ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ മൂളീസ് കിച്ചൺ ഗാർഡനിൽ വന്ന് നിൽക്കുകയാണ്. രാവിലെ സമയം. അപ്പോൾ എൻ്റെ തിരക്ക് പിടിച്ച ദിവസമാണിത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെടിയുടെ കാര്യം കിളിയുടെ കാര്യത്തിനായിട്ട് കയറി വന്നതാണ്. അപ്പോൾ നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനുണ്ട്. തിരക്ക് പിടിച്ച ദിവസം എന്ന് വെച്ചാൽ ഒരു ചാനലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ACV ചാനൽ. ACV ചാനലിൻ്റെ ക്രിസ്മസ് സ്പെഷ്യലാണ് അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. പക്ഷേ ഓൾറെഡി ക്രിസ്മസ് എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്നാണ് അവർ ACV അത് പബ്ലിഷ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ആ പ്രോഗ്രാം ഓൾറെഡി എയർ ചെയ്തിട്ടുണ്ടാകും. എന്തായാലും അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ ആ സമയത്ത് അത് ഈ ഒരു വീഡിയോയുടെ താഴെ പിൻ ചെയ്തിടുമെന്തെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കാണാമല്ലോ. അപ്പോൾ എന്തായാലും അവരൊരു 12:30 മണിക്കൊക്കെ വരുന്ന പറഞ്ഞു, 11:30. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഈ കാര്യമൊക്കെ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലഞ്ച് ഉണ്ടാക്കും. ലഞ്ച് വളരെ ക്വിക്ക് ലഞ്ച് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ഒറ്റ ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ ബിരിയാണിയല്ല ഏറ്റവും നല്ലത്. ഒറ്റ സിംഗിൾ, ഒരുപാട് കറിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ബിരിയാണി ചിക്കൻ കുറച്ചിരിക്കുന്നു. പക്ഷേ ബോൺലെസ് ചിക്കനാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പോകണം. ഒരു കൊങ്കൺ സ്റ്റൈൽ ബിരിയാണിയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനും ചെറിയ പ്രശ്നമുണ്ട്. മല്ലിയിലയും പുതിനയിലയും ധാരാളം വേണം. പുതിനയിലയില്ല, മല്ലിയില മാത്രമേ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പുതിനയില ഈക്വൽ ക്വാണ്ടിറ്റി ഇടുക. ബോൺലെസ് ചിക്കൻ വരും, ബോണുള്ള ചിക്കൻ ഇടുക. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ വെള്ളം ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് താഴെ പോയി നമുക്ക് ബിരിയാണി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ACVക്ക് വേണ്ടിയിട്ട് റെഡി ആവണം. ആ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു 3 സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് എണ്ണയിൽ വറുത്ത് കോരുകയാണ്. ബിരിയാണിക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് സവാള വറുത്ത് കോരുക എന്നുള്ളത്. ഇനി അരി വേകാനായിട്ട് ഒരു 4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ചെറുതായി തിള വന്നു തുടങ്ങി. 1 ബേ ലീഫ് ഇടുന്നു. 2 വലിയ കഷ്ണം പട്ട മുറിച്ചിടുന്നു. 5 ഏലക്ക, ഒരു 6-7 ഗ്രാമ്പു എല്ലാം ചേർക്കുന്നു. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 2 കപ്പ് കഴുകിയ കൈമ റൈസാണ് ചേർക്കുന്നത്. കൈമ അരി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കുന്നു. ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നു. നല്ല തിള വന്നു തുടങ്ങി. അപ്പോൾ ചെറിയ തീയിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇതൊരു 3/4 വേഗിൽ വെന്ത ഓൾമോസ്റ്റ് വെള്ളം വറ്റട്ടെ. അപ്പോൾ സാധാരണയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കൈമ റൈസിലല്ല ഇത് ചെയ്യുന്നത്, ബിരിയാണി റൈസിലാണ്. അങ്ങനെ ബിരിയാണി ബസ്മതി റൈസ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഉപയോഗിച്ചിട്ട് തിളപ്പിച്ചിട്ട് ഇതേപോലെ ചെയ്തിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 3/4 വേഗിൽ ഊറ്റി മാറ്റണം. അപ്പോൾ റൈസ് റെഡിയായി കഴിഞ്ഞു. ഒരു 3/4 വേഗമായി കഴിഞ്ഞു, മാറ്റി വയ്ക്കാം. ഇനി ഒരു മസാല പേസ്റ്റ് തയ്യാറാക്കാം. ഒരു 2 ഇടത്തരം സവാള വലിയ കഷ്ണങ്ങളായി മുറിച്ചതും 2 വലിയ ചതുര കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. ഇതിപ്പോൾ ചെറിയ ചെറിയ പീസായതുകൊണ്ട് ഒരു 3-4 കഷ്ണങ്ങളായിട്ട് ഞാൻ വെച്ചിരിക്കുന്നു. ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 4 വലിയ പച്ചമുളക്. ഇനി കുറച്ച് പൊടികളും കൂടി വേണം. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ പിരിയാമുളകിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അല്ലെങ്കിൽ മുഴുവൻ കുരുമുളകാണെങ്കിലും കുഴപ്പമില്ല, 1 ടീസ്പൂൺ നല്ല ജീരകം. 1/2 കപ്പോളം മല്ലിയില അരിഞ്ഞത് ഞാൻ എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പകുതിയാണ്. മല്ലിയില ഒരു 1/4 കപ്പും പുതിനയില ഒരു 1/4 കപ്പുമാണ് വേണ്ടത്. പക്ഷേ പുതിനയില എൻ്റെ കയ്യിലില്ലല്ലോ, അതുകൊണ്ട് കൂടുതൽ മല്ലിയില ചേർക്കുന്നു. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം. ഇനി ചൂട് കട്ടിയുള്ള നമ്മുടെ സ്ഥിരം പാൻ ഉണ്ടല്ലോ, അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുന്നു. അപ്പോൾ ഉരുകാത്ത നെയ്യാണ് 3 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉരുകി വരുമ്പോൾ ഒരു കുറച്ച് ആവശ്യത്തിനൊരു കാണും. ഒരു 4-5 ടേബിൾ സ്പൂണോളം നെയ്യ് ഉണ്ടാവും. അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുന്നു. കുറച്ച് അണ്ടിപ്പരിപ്പേ ഉള്ളൂ കേട്ടോ. കിസ്മിസും കൂടെ വേണം, പക്ഷേ കിസ്മിസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കിസ്മിസും അണ്ടിപ്പരിപ്പും 25 ഗ്രാം വെച്ച് എടുത്തോളൂ. പാകത്തിന് മൂത്തു. നെയ്യിൽ നിന്ന് മാറ്റാം. അതേ നെയ്യിലേക്ക് തന്നെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കൈമാ ചോറുണ്ടല്ലോ, ബസ്മതി റൈസാണ് വേവിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ അതെടുക്കുക. അപ്പോൾ ചോറും കൂടി ചേർക്കുന്നു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ ഈ ഒരു യെല്ലോ കളറിലെ ഒരു മഞ്ഞ നിറത്തിലെ റൈസായി മാറിക്കഴിഞ്ഞു. അത് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ ഞാൻ വീണ്ടും ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുന്നു. ഈ 3 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഞാൻ ഇടുന്ന ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ, ഉരുകാത്ത നെയ്യാണ് ഇടുന്നത്. അപ്പോൾ ഉരുകുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വരും. ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. കളറൊന്ന് മാറട്ടെ. ഇപ്പോഴത്തെ ചെറുതായി ബ്രൗൺ നിറമായി തുടങ്ങി. നല്ല ബ്രൗൺ ആകണം എന്നില്ല, ബ്രൗണായി ഒരു ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങുന്നു. അരച്ച മസാലയുടെ പേസ്റ്റും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. നന്നായി വഴറ്റി നല്ല പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. മസാല മൂത്ത എണ്ണയൊക്കെ തെളിയുന്ന പാകമായി കാണുന്നുണ്ടല്ലോ അല്ലേ. ഇനി ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർക്കുകയാണ്. ഇത് ബോൺലെസ് ആണ്. ശരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലുള്ള പീസ് തന്നെ ചെയ്തോളൂ കേട്ടോ. ഇതെനിക്ക് ബോൺലെസ് ചിക്കനാണ് കയ്യിലിരിക്കുന്നത്. കാര്യം ഇത് കെപ്കോയിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അത് കറി പീസായിട്ട് കട്ട് ചെയ്തതാണ്. അതാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. 1 കിലോ ഉണ്ട്. അപ്പോൾ സാധാരണ കോഴി വിത്ത് ബോൺസ് തന്നെ കട്ട് ചെയ്ത് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഈ മസാലയിൽ കിടന്ന് ഒന്ന് വഴണ്ട് വരട്ടെ. ഒരു 5 മിനിറ്റായി ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. മസാലയൊക്കെ ഇങ്ങനെ ഇതിൽ പിടിച്ചു തുടങ്ങി. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് വേകട്ടെ. ഈ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറൊന്ന് കുറുകണം. അത്രേ ആവശ്യമുള്ളൂ. ചിക്കൻ അതിൻ്റെ ഗ്രേവിയിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുന്നത് നോക്കിയേ. കഷ്ണങ്ങളൊക്കെ ഏതാണ്ടൊക്കെ വെന്തിട്ടുണ്ട്. ചാറ് കുറുകി വരുന്നു. ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി ചിക്കൻ്റെ പീസസ് ഗ്രേവിയിൽ നിന്നും കോരി മാറ്റുന്നു ഒരു പ്ലേറ്റിലേക്ക്. അപ്പോൾ ഇനി ഗ്രേവി മാത്രമേ ചട്ടിയിലുള്ളൂ. അപ്പോൾ സാധാരണയായിട്ട് ഞാനിങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനെ കുഴിയുള്ള പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് നമ്മുടെ ടെറസ് കിച്ചണിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ചട്ടിയിൽ തന്നെ ഞാൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ആ ഗ്രേവി മാത്രമായിട്ടിപ്പോൾ ഇങ്ങനെ കാണാം. ആ ഗ്രേവിയുടെ മുകളിലായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിൻ്റെ പകുതി നിരത്തി കൊടുക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ പീസസ് മാറ്റി വെച്ചല്ലോ കുറച്ച് അരപ്പോട് കൂടി, അത് ആ റൈസിൻ്റെ മുകളിലായിട്ട് നിരത്തുകയാണ്. ബാക്കി ചോറ് അതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം. ഇനി ഏറ്റവും മുകളിലായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും കുറച്ച് പകുതിയോളം എടുത്ത് ഇതുപോലെ ഇങ്ങനെ മുകളിലായിട്ട് ഇടാം. ഇനി പാത്രം ഒന്ന് നന്നായിട്ട് അടച്ചിട്ട് ആവി പുറത്ത് പോകാത്ത രീതിയിൽ അടയ്ക്കാം. അത് വലിയ പാത്രം വെച്ച് തന്നെ ഞാൻ അടച്ചിട്ടുണ്ട്. ഇനി ചെറിയ തീയിലേക്ക് മാറ്റാം. ഒരു 15-20 മിനിറ്റോളം ചെറിയ തീയിൽ ദം ഇടുന്ന പോലെ കിടക്കട്ടെ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞാൽ റെഡിയാകും. പിന്നെ അടപ്പ് തുറന്നിട്ടാണ് നമ്മൾ വെള്ളം വേണ്ടത്. ഇപ്പോൾ നോക്കിയേ, ബിരിയാണി കറക്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി ആ അടപ്പ് മാറ്റിയിട്ട് ഒരു വിളമ്പ് പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് എല്ലാ ലെയറും കിട്ടുന്ന രീതിയിൽ ചിക്കനും ഗ്രേവിയും റൈസും കിട്ടുന്ന രീതിയിൽ വിളമ്പിയെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കുഴിയുള്ള പാത്രമാണ് ഇതിന് ശരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ സവാളയൊക്കെ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സവാളയും അണ്ടിപ്പരിപ്പും ഒക്കെ ലെയർ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കും കൂടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഈ ബിരിയാണിയിൽ ഇപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ കൂടുതലും റൈസ് കുറച്ചുകൂടെ കുറവാണ്. കഴിഞ്ഞ 2 കപ്പ് കൈമ റൈസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേ അളവിന് ഇത്രയും ചിക്കനും ഇത്രയും മസാലയും തന്നെ ധാരാളം മതി. 4 കപ്പ് ബിരിയാണി അരിയോ കൈമ റൈസോ എന്താണെങ്കിലും 4 കപ്പ് അരിക്ക് ഇത്രയും തന്നെ ധാരാളം മതി. ഇതിപ്പോൾ 2 കപ്പ് റൈസിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 4 കപ്പ് റൈസ് എടുത്തിട്ട് ഈ 1 കിലോ ചിക്കനിൽ ചെയ്താൽ മതി. ഈ അളവ് തന്നെ ഒരു 4 മുതൽ 5 ആൾക്കാർക്ക് കഴിക്കാം. അപ്പോൾ 4 കപ്പ് റൈസ് എടുക്കുകയാണെങ്കിൽ 8 മുതൽ 10 ആൾക്കാർക്ക് വരെ കഴിക്കാനും പറ്റും. ഈ രീതിയിൽ പ്ലേറ്റിൽ വയ്ക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പ് വറുത്തതും കൊണ്ട് അലങ്കരിക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അങ്ങനെ നമ്മുടെ കൊങ്കൺ സ്റ്റൈൽ ബിരിയാണി ഈസ് റെഡി. ചിക്കൻ ബിരിയാണിയാണ്. ACVയുടെ പ്രൊഡക്ഷൻ ടീം എല്ലാവരും പറഞ്ഞ സമയത്ത് തന്നെ എത്തിക്കഴിഞ്ഞു. ഓണ സമയത്ത് കഴിഞ്ഞ വർഷം ACVയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എൻ്റേത്. അപ്പോൾ സെയിം ടീമാണ് അന്നും വന്നിരുന്നത്. അത് ഞങ്ങൾ വേറൊരു ഔട്ട്ഡോർ വെച്ചിട്ടാണ് അന്ന് ഷൂട്ട് ചെയ്തതെല്ലാം. അതുകൊണ്ട് എല്ലാവരെയും എനിക്ക് വളരെ പരിചയമാണ്, വളരെ ഫെമിലിയറാണ് ACVയുടെ ഈ എൻറ്റയർ ക്രൂ. ഇപ്രാവശ്യം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരാളാണ് പ്രൊഡക്ഷൻ ഹെഡും ACVയുടെ, ശ്രീകുമാർ കൂന്നി. അപ്പോൾ ശ്രീകുമാർ കൂന്നിയും കൂടി കൂട്ടത്തിലുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ശ്രീകുമാറിനെ കാണുന്നത്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ സെറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഇൻ്റർവ്യൂ നടത്തേണ്ട ഒരു പൊസിഷൻ, ദാറ്റ് ഈസ് ക്യാമറ പൊസിഷൻസ്, പിന്നെ അതുപോലെ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, അതിൻ്റെ പൊസിഷൻ, പിന്നെ ഇരിക്കേണ്ട സീറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവർക്കൊക്കെ നല്ല പ്രാക്ടീസാണല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് അവരെല്ലാവരും ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരു തിരക്കിലാണ്. അപ്പോൾ ശ്രീകുമാർ ഞാനും കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ സന്തോഷമായി. സത്യത്തിൽ ശ്രീകുമാർ ഓൾഡ് കൊളീഗാണ് എൻ്റെ കൈരളിയിലെ. കാരണം കൈരളിയിലെ പ്രൊഡ്യൂസറായിരുന്നു ശ്രീകുമാർ. മാത്രമല്ല
കേരളയുടെ ഒരു നമ്മൾ ചെയ്തിരുന്ന പ്രോഗ്രാമാണല്ലോ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ, അതിൻ്റെ ആദ്യത്തെ ചാനൽ പ്രൊഡ്യൂസറായിരുന്നു ശ്രീകുമാർ കോന്നി. ഏകദേശം 100 എപ്പിസോഡോളം ശ്രീകുമാർ കോന്നിയും നമ്മളെല്ലാവരും കൂടി പോയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഹണി വരുന്നത് അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട്. എന്തായാലും പഴയ കാര്യങ്ങൾ, നമ്മുടെ ഓൾഡ് മെമ്മറീസൊക്കെ പുതുക്കുമായിരുന്നു. നമ്മുടെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ യാത്രാവിശേഷങ്ങളൊക്കെ, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരുന്നു. ഇവരിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയം നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇൻ്റർവ്യൂ ആങ്കർ ചെയ്തത് RJ മിർച്ചി ശില്പയാണ് കേട്ടോ. അപ്പോൾ ശില്പയും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കാര്യങ്ങളൊക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോർമൽ ഇൻ്റർവ്യൂ പോലെ അല്ലായിരുന്നു. വളരെ കാഷ്വലായിട്ട്, എന്താ പറയുക, രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കാര്യങ്ങൾ പറഞ്ഞ് രസിക്കുന്ന പോലെയായിരുന്നു ആ ഹോൾ ഇൻ്റർവ്യൂ സെഷൻ നടന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നു. അതിങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു രീതിയിൽ തന്നെ, ഒരു ഫ്ലോയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം ഓൾറെഡി ACB യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എൻ്റെ ഈ ഇൻ്റർവ്യൂ. അപ്പോൾ കാണണം എന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നുകയാണെങ്കിൽ ACBയുടെ ലക്ഷ്മി നായർ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കൂടി നമ്മുടെ എന്താ പറയുക പിൻ ചെയ്തിടാം കമൻറ്റ് ബോക്സിൽ. അങ്ങനെ നല്ല ടേസ്റ്റി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് വന്നത്. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞു. ഇനി ലഞ്ച് സെഷനിലേക്ക് ഞാൻ പോകണം, ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ. ഓക്കേ, അങ്ങനെ ACBയുടെ ഷൂട്ടെല്ലാം വളരെ സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞു. നിങ്ങളെല്ലാം കണ്ടാണല്ലോ വിശേഷങ്ങൾ. എല്ലാം പരിചയമുള്ള ആൾക്കാരാണ് എല്ലാവരും തന്നെ, എല്ലാവരും അറിയാം. ശ്രീകുമാർ കോന്നി അതിൻ്റെ പ്രോഗ്രാം ഹെഡാണ് ACBയുടെ. ശ്രീകുമാർ കോന്നി കൈരളിയിലുണ്ടായിരുന്നതാണ്, അവിടുത്തെ പ്രൊഡ്യൂസറായിരുന്നു. മാത്രമല്ല ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ 80 എപ്പിസോഡ്സിൻ്റെ സമയത്തും ശ്രീകുമാർ കോന്നിയായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ നമ്മൾ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് കുറേ എപ്പിസോഡ്സ്, ഡൽഹിയിലൊക്കെ പോയ എപ്പിസോഡ്സ് എല്ലാം, അല്ല ഡൽഹി എത്തിയില്ല, അതിന് മുന്നേ ഉള്ള കുറേ ചിക്കമംഗ്ലൂർ, ഗോവ, തുടക്കമൊക്കെ ചെട്ടിനാട്, അങ്ങനെ എല്ലാം, മൈസൂർ, ബാംഗ്ലൂർ, എല്ലാം ശ്രീകുമാർ ആയിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചാണ് യാത്ര ചെയ്തത്. അപ്പോൾ വീണ്ടും കുറേ നാൾ കഴിഞ്ഞിട്ടുള്ളൊരു പരിചയം പുതുക്കലും കൂടി ആയിരുന്നല്ലോ. അപ്പോൾ നേരത്തെ തന്നെ ലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഒരു പാടുമില്ല, നേരെ വന്നു കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ബിരിയാണിയാണ്, അപ്പോൾ ബോച്ചനെല്ലാം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിൽ വിളമ്പി വെച്ചല്ലോ, അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ കുറച്ചെടുക്കും. എനിക്ക് ഇത്രയൊന്നും വേണ്ട, ഞാനത് കൂടുതൽ കാണിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്, ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. അതിൽ നിന്നും കുറച്ചെടുക്കും. എനിക്ക് വളരെ വിശപ്പ് കുറഞ്ഞിരിക്കുകയാണ്, എന്താണെന്നറിയില്ല, എക്സൈറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കും. ഒരുപാട് ജോലിയൊക്കെ രാവിലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടന്നതിൻ്റെ ഒരു സന്തോഷം. ബിരിയാണിയൊക്കെ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ തോന്നില്ല, സത്യം പറഞ്ഞാൽ. ഉണ്ടാക്കുന്ന ആൾക്ക് ടേസ്റ്റ് ചെയ്തും മണം അടിച്ചും ഒക്കെ വയറ് നിറയും, എങ്കിലും ടേസ്റ്റ് ചെയ്യണമല്ലോ, അതെന്തായാലും ലഞ്ചാണല്ലോ. അപ്പോൾ ഇതൊരു കിടിലം ബിരിയാണിയാണ്, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അതും ഇതും കൂടെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഓവർ പവറിങ് ആയിട്ട്, അതായത് കൂടുതലായിട്ട് ഇങ്ങനെ മസാലയുടെ കൂത്ത് അങ്ങനെ ഒന്നുമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാനിതിൽ തൈരൊന്നും ചേർത്ത് മാറിനേറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ചിക്കൻ മസാലയിലും ഇല്ല. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചിരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ റൈത്തയ്ക്ക് പകരം നമ്മൾ തൈരാണ്, വീട്ടിലോട്ട് ഒഴിച്ച തൈര്. അപ്പോൾ എൻ്റെ ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ലഞ്ച് ഞാൻ കുറച്ച് കഴിക്കുന്നുള്ളൂ. ചിക്കൻ്റെ പീസും ചോറും, പിന്നെ ഇത് നെയ്യാണ്, ഇച്ചിരി റിച്ചാണ്. പിന്നെ ഇത്ര റിച്ച് വേണമെങ്കിൽ എണ്ണയിലും ചെയ്യാം, ഇച്ചിരി കൂടെ കുറച്ച് എണ്ണ ഒഴിച്ചാലും മതി. നെയ്യുടെ അത്ര നെയ്യ് ഒഴിക്കണ്ട, അല്ലെങ്കിൽ നെയ്യ് കുറയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. എണ്ണയെക്കാട്ടിലും പക്ഷേ ഹെൽത്തി നെയ്യാണെന്നാണ് പൊതുവെ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ളവരൊക്കെ പറയും. ടേസ്റ്റി. യമ്മി ബിരിയാണി. ചെറിയ മാറ്റങ്ങളെ ഞാൻ വരുത്തിയിട്ടുള്ളൂ. കൊങ്കൺ സ്റ്റൈൽ തന്നെ ഗ്രീൻ മസാലയിലുള്ള ബിരിയാണിയുണ്ട്, റെഡ് മസാല ബിരിയാണി. ഇത് റെഡ് മസാല ബിരിയാണിയാണ്. ഗ്രീൻ ഞാൻ വേറൊരു അവസരത്തിൽ കാണിച്ചു തരാം. ഇതിൽ ചെറിയ മാറ്റം എന്ന് വെച്ചാൽ കൈമ റൈസ് ഉപയോഗിച്ചു. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബസ്മതി റൈസ് കൂടുതൽ വെള്ളത്തിൽ ഊറ്റി കോരി എടുത്തിട്ട് ചെയ്യാം. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോൾ ചിക്കനിൽ ചെയ്യുക. ഇത് ബോൺലെസ് പീസാണ് ഞാൻ ഉപയോഗിച്ചത്, കറി കട്ടായിരുന്നു. അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ. പിന്നെ പുതിനയില ഇതിൽ ഉപയോഗിച്ചില്ല, ധാരാളം ഉപയോഗിക്കണം. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടുതൽ ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഇതൊരു കൺവീനിയൻസ് ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് കഴിച്ചു തീർക്കട്ടെ. ACBയുടെ ആ പ്രോഗ്രാം ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ലിങ്ക് പിൻ ചെയ്തിടാം. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ കാണാം. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ എന്നാലും വളരെ സന്തോഷം. ഇന്നത്തെ ദിവസം ഞാൻ എൻജോയ് ചെയ്തു, നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കട്ടെ. വിശേഷങ്ങളൊക്കെ ഞാൻ പങ്കുവെച്ചല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.
And keep on watching Lekshmi Nair vlogs. ഇതൊക്കെ ഒന്ന് കഴിച്ച് തീർക്കട്ടെ. ലവ് യു.